ജി സുധാകരനപ്പുറം ആലപ്പുഴയിൽ മറ്റൊരു നേതാവിനെ CPMകാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 91 തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം 2016 മന്ത്രി പദവിയോടുകൂടി അദ്ദേഹം ആ ഒരു പ്രവർത്തന മേഖലയിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും പദവികളിൽ നിന്ന് മാറി നിൽക്കുന്നു. പിന്നീട് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നില്ല. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് പലപ്പോഴും ഈ കോൺഗ്രസിനാണ് അധികാരത്തിനോട് എപ്പോഴും വല്ലാത്തൊരു അമിതമായ ഒരു ആവേശമുള്ളത്. എന്താ പറയുക, ഈ സ്ഥാനമാനങ്ങളോടാണ്. മുഖ്യമന്ത്രിയാവാൻ ഇപ്പോഴേ അടി തുടങ്ങിയിട്ടുണ്ട്, ജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും എന്നുള്ളതിനെ ചൊല്ലി. ഈ കമ്മ്യൂണിസത്തിൽ നമ്മൾ അത്തരത്തിൽ ഒരു രീതി, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയൊന്നും കണ്ടില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിണറായിക്ക് മുകളിൽ ആരുമില്ല എന്നൊരു ചിന്ത കൂടി ഉണ്ടായതിനു ശേഷം പിന്നെ ആരും അത്തരമൊരു അധികാര വടംവലി ലക്ഷ്യം വെച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ജി സുധാകരൻ അഴിമതിയില്ല, സ്വജനപക്ഷപാതമില്ല, കറകളഞ്ഞ ഒരു നേതാവാണ്, എല്ലാം കൊണ്ടും തികഞ്ഞ 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നേതാവ്. പക്ഷേ അധികാരം എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആവേശമാണ്. അധികാരമില്ലാതെ സുധാകരന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഗോവിന്ദൻ മാഷിന്റെ ചില പരിഹാസ രൂപേണയുള്ള സംസാരങ്ങളും ഒക്കെ അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. പിണറായി വിജയൻ അതുവഴി പോയിട്ട് പോലും അനുനയിപ്പിക്കാൻ കയറിയില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. വീണ്ടും സുധാകരൻ രംഗത്തേക്ക് എത്തുകയാണ്. ഇനി സ്ഥാനം ഏകദേശം 10 വർഷത്തോളം മന്ത്രിയായി, MLA ആയി, രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ തനിക്കിനി മത്സര രംഗത്തേക്ക് തന്നെ ഇറക്കില്ല, അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ തനിക്ക് അവസരം തരില്ല, മത്സരിക്കാൻ അവസരം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിടാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സുധാകരൻ പാർട്ടി വിടുകയാണ്. സുധാകരൻ പാർട്ടി വിടുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഉണ്ടാവണം. മെമ്പർഷിപ്പ് ഇല്ല. അദ്ദേഹം അനുഭാവിയായിട്ടാണ് തുടരുന്നത്. മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതുവരെ പുതുക്കിയിട്ടുമില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം CPMനകത്ത് ജനത്തിൻ്റെ ജനശ്രദ്ധയുള്ളൊരു നേതാവാണ് സുധാകരൻ. എന്ന് വെച്ചാൽ എല്ലാവരെയും അറിയും. സുധാകരനെ അറിയുന്നത് അങ്ങനെയല്ലല്ലോ. സുധാകരൻ ഒരു ക്ലീൻ ഇമേജുള്ള, അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഈ അഴിമതിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിലും ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരഴിമതിയുമില്ലാതെ സംക്ഷിപ്തമായിട്ടുള്ള പേരുള്ള, ആർക്കും തർക്കമില്ലാത്ത ഒരു CPM നേതാവെന്ന് കേരളത്തിൽ പറയാൻ പറ്റുന്ന ആദ്യത്തെ നേതാവ്. ആർക്കും അതിനകത്ത് തർക്കമില്ല, അല്ലെങ്കിൽ സംശയമില്ല. പല നേതാക്കന്മാരും ഇതുപോലെ അഴിമതി ഇല്ലാത്തവരായിരിക്കും. പക്ഷേ പലർക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമുണ്ട്. സുധാകരൻ്റെ കാര്യത്തിൽ ആ തർക്കമില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM ആരുടെയും പുറകെ പോകുന്ന പാർട്ടിയല്ല. CPMൻ്റെ അകത്ത് CPMൻ്റെ തീരുമാനങ്ങൾ, CPMൻ്റെ പാർട്ടി പരിപാടി, അല്ലെങ്കിൽ CPMൻ്റെ ആളായിട്ട് നിൽക്കുന്നവർ അംഗീകരിക്കുക പോകണം, അല്ലെങ്കിൽ CPM അതിൽ നിന്ന് അവർ പുറത്തു പോകും. പാർട്ടി തീരുമാനങ്ങൾ, പാർട്ടി പരിപാടികൾ, അല്ലെങ്കിൽ അത് അംഗീകരിച്ചു പോകുന്നതാണ് CPM കീഴ്വഴക്കം. നമ്മൾ ചിലരുടെ കാര്യത്തിലൊക്കെ CPMന് അങ്ങനെ കഴിയാതെ വന്നിട്ടുണ്ട്. പണ്ട് AKG ഉണ്ടായിരുന്നു. AKG ഇതുപോലെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ നേതാവായിരുന്നു. പാർട്ടി പരിപാടികൾക്കപ്പുറം ചില പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തു. അവസാനം അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റാതെ വരികയും ഈ പുള്ളിയുടെ സമരപരിപാടിയും ജനപിന്തുണയും കൊണ്ട് പല പരിപാടികളും പാർട്ടി വേണ്ടാന്ന് വെക്കുന്നത് പോലും പുള്ളി അവിടെ ചെന്നിരിക്കുമ്പോൾ പാർട്ടി പരിപാടിയായിട്ട് അംഗീകരിക്കേണ്ട ഒരവസ്ഥ. പിന്നെ ഇതിനകത്ത് ഈ രീതിയിൽ ഒരു പരിധിവരെ നിന്നിട്ടുള്ളത് VS അച്യുതാനന്ദൻ്റെ പുറകിലാണ്. VSൻ്റെ പുറകിൽ പാർട്ടിക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല പദവികളും ശാസനയും മറ്റതും മറിച്ചതും ഒക്കെ ആകുമ്പോഴും അദ്ദേഹത്തെ ഒരു ഘട്ടത്തിനപ്പുറം പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. കാരണം അയാളുടെ പുറകെ പാർട്ടി പോകേണ്ട ഒരവസ്ഥ. ജനം മൊത്തവും അദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹം പറയുന്നത് ഒക്കെയാണ് ശരി. അദ്ദേഹം പറയുന്നത് ശരിയോ തെറ്റോ എന്ന് പോലും ആലോചിക്കുന്നില്ല. VS പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്ക്. പിന്നെ നമ്മൾ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളത് സുധാകരൻ്റെ പേരിൽ. സുധാകരൻ പലവട്ടം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോ പ്രാവശ്യവും പാർട്ടിയുടെ പല തീരുമാനങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ആലപ്പുഴയിലെ പല നേതാക്കന്മാരെ വിമർശിക്കുമ്പോൾ, മന്ത്രിമാരെ വിമർശിക്കുമ്പോൾ, മറ്റു പല ആൾക്കാരെയൊക്കെ വിമർശിക്കുമ്പോൾ ഇയാളുടെ പേരിൽ നടപടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതാണ് ശരി, മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം ശരികേട് പറയത്തില്ല. ഇദ്ദേഹം ആരോപിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് ആരോപണം ശരിയാണ്, അല്ലെങ്കിൽ പറയുന്നവരൊക്കെ അഴിമതിക്കാരാണ്. സുധാകരൻ അത് പറയാൻ കഴിയും. സുധാകരൻ 5 പൈസയുടെ അഴിമതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനവും നമ്മൾ ഇന്നറിയുന്ന വാർത്ത, നാളെ സുധാകരൻ കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് അറിയുന്നതിന് മുമ്പ് വരെ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ CPMൽ നിന്ന് വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ CPMകാരനായിട്ട് തുടരും, അനുഭാവിയായിട്ട് തുടരും, മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. ഇപ്പം പാർട്ടി, ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ വരെ അല്ലെങ്കിൽ
സുധാകരൻ ഈ നിലപാടുകളും വിമർശനങ്ങളും പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വാർത്തകളും ഒക്കെ ചാനലുകൾ ചമയ്ക്കുന്നതിന് നിന്നു കൊടുക്കുമ്പം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. പക്ഷേ അതിനകത്ത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ നിലപാടാണ് കൃത്യമായ നിലപാട്. ആലപ്പുഴ ചെന്നിട്ട് സുധാകരനെ നേരത്തെ അദ്ദേഹം ഒരു പ്രാവശ്യം കണ്ട് സംസാരിക്കും, സുധാകരനെ കണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് നിലപാടാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായത്തിൽ ഞാൻ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് പോലും ദേശീയ സെക്രട്ടറി പറഞ്ഞിട്ട് പോലും വഴങ്ങാത്ത ഒരാളെ ഞാൻ പറഞ്ഞ് വഴക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്നത് അവിടെ കാണും. സുധാകരൻ ഇല്ലാത്തതാണോ ആലപ്പുഴയിലെ പാർട്ടി, കേരളത്തിലെ പാർട്ടി? അങ്ങനത്തെ പാർട്ടി കൊണ്ട് ഒരാൾക്ക് പോകാൻ പറ്റും. അതാണ് പുള്ളിയുടെ ഒരു മെസ്സേജ് അവിടെ മനസ്സിലാവുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പോക്ക് ആലപ്പുഴ ജില്ലയിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും കേരളത്തിലുടനീളം ഒരു ചർച്ചയുമാകും. ആലപ്പുഴ ഇപ്പം അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചാൽ അവിടെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതൊക്കെ മത്സരത്തിന് ശേഷമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിന് ജനപിന്തുണ അയാൾ സ്വതന്ത്രനായിട്ട് വരുമ്പോൾ, പിന്നെ കോൺഗ്രസ് പിന്തുണ കോൺഗ്രസ് സ്വതന്ത്രനായിട്ടാണ് ജി സുധാകരൻ ആലപ്പുഴയിൽ ഇറങ്ങുന്നത്. അതായത് കോൺഗ്രസുമായിട്ട് സംസാരിച്ചു, ധാരണ. ഇപ്പോൾ ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചില കളങ്കങ്ങളുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന കാര്യം ശരിയാണെങ്കിൽ. കാരണം ഒന്ന്, ഇദ്ദേഹം 1 കൊല്ലം മുമ്പേ രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിച്ചെന്ന് പറയും. ഇപ്പോൾ ഈ തീരുമാനം എടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ പാർട്ടി ഇദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് KC വേണുഗോപാൽ രഹസ്യമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇദ്ദേഹം ഇത്രയൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം എന്ത് കമ്മ്യൂണിസ്റ്റാണ്? ഇദ്ദേഹത്തിന് 40 കൊല്ലം കൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്, 10 കൊല്ലം അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ടുണ്ട്, ഏതാണ്ട് 5 തവണയോളം 6 തവണയോളം അദ്ദേഹത്തെ MLA ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു പാർട്ടി പരിഗണന കൊടുത്ത ഒരാൾ 75 വയസ്സിന് ശേഷം ഉള്ളവർ, പാർട്ടിയുടെ എത്ര സീനിയോറിറ്റി ഉള്ളവരാണെങ്കിലും അവന് ശേഷം അവർ പദവികൾ വേണ്ട, അല്ലെങ്കിൽ ഇത് പാർട്ടി മെമ്പർഷിപ്പിൽ തുടർന്നാൽ മതി, അല്ലെങ്കിൽ MLA മറ്റു കാര്യങ്ങളൊന്നും ആക്കണ്ട. പിന്നെ ആക്കണമെങ്കിൽ ചില സാഹചര്യത്തിൽ ചില ആൾക്കാരെ പിന്നെ പിണറായി വിജയൻ നയിക്കാൻ ആൾ വേണ്ടേ. അപ്പോൾ അങ്ങനെ ചില എക്സംഷൻ എപ്പോഴും ആർക്കും കൊടുത്തേക്കത്തുള്ളൂ. അപ്പോൾ ആ രീതി വരുമ്പം അദ്ദേഹത്തിനെ പാർട്ടി പരിഗണിച്ചില്ലെന്ന് പറയാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ സുധാകരൻ എന്ന് പറയുന്ന ആൾ അവസാന കാലഘട്ടത്തിൽ ചിലരെങ്കിലും പറയും ഇദ്ദേഹം അധികാരമോഹിയാണ്, അധികാരത്തിൻ്റെ പുറയിൽ പോകുന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അമ്പലപ്പുഴയിൽ മത്സരത്തിന് ശേഷം ആര് ജയിക്കും ആര് തോക്കും എന്ന് നമുക്ക് മത്സരത്തിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. മത്സരത്തിന് ശേഷം ഒരു പക്ഷേ ജയിച്ചാൽ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് തോറ്റു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് എല്ലാം പോയി ആരും പരിഗണിക്കാനില്ലാതെ, ആരും കരുതാനില്ലാതെ, ആർക്കും വേണ്ടാത്ത ഒരു സുധാകരൻ ആയിട്ട് മാറുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും. സാർ, ഇവിടെ കഴിഞ്ഞ തവണ ഇദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ഷാഹിദ കമാലും ലിജോ ജോസഫുമാണ്. BJPക്ക് വേണ്ടി ലിജോ ജോസഫും ഷാഹിദ കമാലാണ് കോൺഗ്രസിന് വേണ്ടി. 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അത്രയും വലിയ ഭൂരിപക്ഷം എടുക്കാനോ അല്ലെങ്കിൽ വോട്ട് കൂട്ടാനോ ഒക്കെ കഴിവുള്ള ഒരു മികച്ച നേതാവ് തന്നെയാണ്. ഇപ്പം അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്നതിനേക്കാൾ അതല്ലേ നല്ലത്? കുറച്ചുകൂടി അനുനയിപ്പിക്കാൻ വേണ്ടത് അത്രയും നോക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അമ്പലപ്പുഴ മത്സരിക്കണം, അവിടെ നിൽക്കുന്ന നിലവിലുള്ള MLA അവിടുന്ന് മാറ്റണം. അപ്പൊ അത്തരത്തിലൊരു കീഴ്വഴക്കമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു നിർബന്ധ ബുദ്ധിയാണെന്ന് എൻ്റെ അഭിപ്രായം. പാർട്ടി ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹത്തെ മത്സരിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇപ്പം മനസ്സിലായില്ലേ? ആയിഷ പോറ്റി ഇത് പറഞ്ഞ പോലെ ഞാൻ അങ്ങ് പ്രായമായ എനിക്കങ്ങ് വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആശ കീർന്നാലും ആഗ്രഹം തീരത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ മത്സരിക്കാനിരുന്ന കോൺഗ്രസ് നേതാവ് M. ലിജു സംസ്ഥാന KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ നേരത്തെ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി. അദ്ദേഹം പലവട്ടം തോറ്റിട്ട് ഇനിയും അവിടെ നിന്ന് മത്സരിക്കാനുള്ള അവസരം കിട്ടുകയും മത്സരിക്കാൻ നിൽക്കുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹത്തെ ഒരുപക്ഷെ തൃപ്പൂണിത്തറയിലേക്ക് മാറ്റി എന്നുള്ളത്. തൃപ്പൂണിത്തറ K. ബാബു മത്സരിക്കാത്ത UDFന്റെ സിറ്റിംഗ് സീറ്റിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ അമ്പലപ്പുഴയെക്കാട്ടിൽ ലിജുവിൻ്റെ കാര്യത്തിൽ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള തൃപ്പൂണിത്തറയിൽ ബാബു ഇറങ്ങി വന്ന് നിന്നാൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അമ്പലപ്പുഴ നിന്നായിരുന്നെങ്കിൽ സുധാകരനല്ല CPMന്റെ മറ്റേ സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും M. ലിജുവിന് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും സുധാകരൻ മത്സരിക്കുമ്പോൾ ആ സീറ്റിനകത്ത് മത്സരത്തിന് ശേഷമേ അതിനകത്ത് എന്തു സംഭവിക്കും എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ്റെ പോക്ക് പാർട്ടി എങ്ങനെ ബാധിക്കും എന്നുള്ള ഇലക്ഷൻ കഴിഞ്ഞാൽ പറയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും സുധാകരനാണോ ശരി, CPM ആണോ ശരി എന്നുള്ള കാര്യമൊക്കെ ജനമാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഈ സുധാകരൻ ഇതിനകത്തുനിന്ന് പോകാനുള്ള കാരണം സുധാകരനെ പരിഗണിച്ചില്ല പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ച കാര്യവും പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടായിരുന്നു, ഇതൊക്കെ ജനമാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും സുധാകരൻ CPM വിട്ട് കോൺഗ്രസിലേക്ക് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമാണ്. ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കും, കോൺഗ്രസ് പിന്തുണ കൊടുക്കും. MLA ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കോൺഗ്രസ് ആവും. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.